പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വളരെ പെട്ടെന്ന് ഞാൻ പറയാം. പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിക്കുന്നു വെളിപ്പാടിൽ എഴുതിയിട്ടുണ്ട്. വെളിപ്പാടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഭൂമിയിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം ദൂതൻ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ദൈവം പറയുക, അതിനകത്തോട്ടെ യാഗപീഠത്തിലെ തീക്കല്ലെടുത്തിടാൻ പറഞ്ഞു. അങ്ങനെ യാഗപീഠത്തിലെ തീക്കനല് നിന്റെ പ്രാർത്ഥനയ്ക്കകത്തോട്ടിട്ടു. അതിനുശേഷം ദൈവം പറഞ്ഞു, ഈ സ്വർണ്ണപീഠത്തിരിക്കുന്ന സുഗന്ധ വസ്തുക്കൾ ഇടാൻ പറഞ്ഞു. അങ്ങനെ സ്വർണ്ണപീഠത്തിരുന്ന സുഗന്ധ വസ്തുക്കളും സ്വർഗത്തിലെ യാഗപീഠത്തിലുള്ള തീക്കനല് വിട്ടിട്ട് നിന്റെ പ്രാർത്ഥന ധൂപകലശത്തിലാക്കി. അതിനുശേഷം ദൈവം ദൂതനോട് പറഞ്ഞു, ഭൂമിയിലേക്ക് വലിച്ചെറിയുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന തിരിച്ചിങ്ങോട്ട് എറിയുക. എറിഞ്ഞിട്ട് എന്ത് പറ്റി? എറിഞ്ഞപ്പോൾ ഭൂകമ്പമുണ്ടായി, എറിഞ്ഞപ്പോൾ മിന്നലുണ്ടായി, എറിഞ്ഞപ്പോൾ ഇടിനാദമുണ്ടായി, എറിഞ്ഞപ്പോൾ അവിടെ അന്തരീക്ഷത്തിൽ ചലനങ്ങളുണ്ടായി. എവിടേക്കാ എറിഞ്ഞത്? അന്തരീക്ഷത്തിലേക്ക്, പൈശാചിക മണ്ഡലങ്ങളിലേക്ക്, നിനക്കെതിരെയുള്ള പോരുകളിലേക്ക്, പോരാട്ടങ്ങളിലേക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗത്തിലെ യാഗപീഠത്തിലെ തീക്കല്ലിട്ടുകൊണ്ട്, സ്വർഗത്തിലെ സുഗന്ധ വസ്തുക്കൾ ഇട്ടുകൊണ്ട് അവിടേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വെറുതെയാകുന്നില്ല. വെറുതെയാകും ധരിക്കണ്ട. അത് കളക്ട് ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ ക്രമീകരണമുണ്ട്. അതിന്റെ മേൽ ശക്തി പകരുവാൻ സ്വർഗത്തിൽ ക്രമീകരണങ്ങളുണ്ട്. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നു, അതിന് മറുപടിയുണ്ട്. അത് അത്ഭുതം ചെയ്യുന്നതാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നവനാണ്. ഡൽഹിയിലുള്ള പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും മന്ത്രിമാർക്ക് വേണ്ടിയും ഒരു പ്രയർ മീറ്റിംഗ് താജ് ഹോട്ടലിൽ വെച്ച് നടത്തി. 15 ക്രിസ്ത്യൻ ലീഡേഴ്സിനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം ക്ഷണിച്ചു. സംഘാടകർ എങ്ങനെയോ എന്നെ കൂടെ ആ കൂട്ടത്തിൽ വിളിച്ചു. എനിക്കും അതുകൊണ്ട് അവിടെ പോകാൻ കഴിഞ്ഞു. അവരോട് പ്രസംഗിക്കാനായിട്ട് അവർ ക്ഷണിച്ചു വരുത്തിയത് ബെന്നിഹിനെ ആയിരുന്നു. അതിനുവേണ്ടി മാത്രം ഒരു ദിവസത്തേക്ക് ബെന്നിഹിൻ ഇന്ത്യയിൽ വന്ന് ഈ പാർലമെന്റ് അംഗങ്ങളോടും മന്ത്രിമാരോടും പ്രസംഗിച്ചു. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള ദൂത് പ്രസംഗിച്ചു. കേന്ദ്രമന്ത്രിമാരൊക്കെ അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് സ്റ്റേജിൽ കയറി ചെല്ലുന്നത് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നു. ഒരു രാജ്യം എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറി എന്ന് അത്ഭുതപ്പെടത്തക്കവണ്ണം ഡൽഹിയിൽ തന്നെ നടന്ന കാര്യമാണ്. ഗലീല കടൽ എന്ന് പറഞ്ഞൊരു കടലില്ല, ഒരു തടാകമാണ്, ഒരു ലേക്കാണ്. 15 കിലോമീറ്റർ വീതിയുള്ള ഒരു ലേക്കാണ്. യോർദാൻ നദി വന്ന് വീണ ശുദ്ധജല തടാകമാണ്, ഉപ്പുവെള്ളം പോലുമല്ല. പക്ഷേ അവിടെ പാർത്തിരുന്ന ഈ ആളുകൾ അവര് കടല് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവരിതിനെ കടലെന്നാ വിളിച്ചത്. അതുകൊണ്ട് 3 സുവിശേഷകരും ഗലീലക്കടലെന്നാ എഴുതിയത്. ലൂക്കോസ് ആകട്ടെ കപ്പല് കയറി വന്നയാളാ, മെഡിറ്ററേനിയൻ സീയിലൂടെ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്തയാളാ. അയാള് യൂറോപ്യനാണെന്ന് കരുതുന്നു. ഏതായാലും കടല് കണ്ടിട്ടുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന് വായിച്ചു നോക്കണം. ഗന്നസരേത്ത് തടാകം, യേശു ഗന്നസരേത്ത് തടാകത്തിൽ കൂടെ പടകിൽ യാത്ര ചെയ്തു. ഗന്നസരേത്ത് തടാകത്തിൽ അവർ മീൻ പിടിക്കുകയായിരുന്നു. ഒരു കൂട്ടർ എഴുതി ഗലീലക്കടലെന്ന്, വേറൊരാൾ എഴുതി ഗന്നസരേത്ത് തടാകം. ഓരോരുത്തരുടെയും പശ്ചാത്തലം അനുസരിച്ചാണ് കാഴ്ചപ്പാട്. ഈ ഗലീലയിലെ ഒരു ചെറിയ തടാകത്തെ നോക്കി കടലെന്ന് വിളിച്ച ആളുകൾക്ക് ലോകവീക്ഷണം കൊടുത്ത് റോമാപട്ടണത്തിലേക്കും ദൂരെയുള്ള ദിക്കുകളിലേക്കും അവരെ അയച്ച് സുവിശേഷം കൊണ്ട് അയച്ച യേശുവിന്റെ പദ്ധതിയാണ് വലിയ പദ്ധതി. നിന്റെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, തലപൊക്കി നോക്കുവീൻ. നിങ്ങൾ പറയും 4 മാസം കഴിഞ്ഞ് കൊയ്ത്തുള്ളെന്ന്. തലപൊക്കി നോക്ക്. കൊയ്ത്തിനു വേണ്ടി വയലുകൾ ഇപ്പോഴേ വെളുത്തിരിക്കുകയാണ്. യേശു ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ആഹാരം വാങ്ങുവാൻ മാർക്കറ്റിലേക്ക് ശിഷ്യന്മാർ പോയപ്പോൾ യാക്കോബ് കുഴിച്ചു കൊടുത്ത പുരാതനമായ കിണറിന്റെ മുകളിൽ യേശു ഇരുന്നു. വെള്ളം കോരുവാൻ വന്ന ശമര്യക്കാരി സ്ത്രീ, അവള് കണ്ടത് ഒരു കിണറിന്റെ പുറത്ത് വേറെ ഒരു കിണറിരിക്കുന്നു. യാക്കോബിന്റെ കിണറിന്റെ പുറത്ത്
ജീവജലത്തിന്റെ കിണറിരിക്കുന്നു. യേശു അവളെ വിവേചിച്ചു. അവളെ വിവേചിച്ചിട്ട് പറഞ്ഞു, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. യേശു പറഞ്ഞു, എനിക്ക് കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞു. അങ്ങനെ സംഭാഷണം ആരംഭിച്ചു. ഒടുവിൽ യേശു അങ്ങോട്ട് പറയുകയാണ്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ, നിന്റെ അകത്തെ കണ്ണ് തുറന്ന് ഒരു വെളിച്ചം നിനക്കുണ്ടായാൽ, നിനക്കൊരറിവുണ്ടായാൽ, നീ അവനോട് കുടിക്കാൻ ചോദിക്കുമായിരുന്നു. അവളുടെ ജീവിതത്തെ വിവേചിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. ആദ്യം അവൾ വിചാരിച്ചു ഒരു യഹൂദനാണ്, പിന്നെ അവൾക്ക് മനസ്സിലായി ഒരു പ്രവാചകനാണ്, പിന്നെ അവൾക്ക് മനസ്സിലായി ഇവൻ മശീഹയാണ്. അവൾ പാത്രം വെച്ചിട്ട് ഓടിപ്പോയി എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. പാത്രം കിണറിന്റെ കരയിൽ വെച്ചിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. 5 ഭർത്താക്കന്മാർക്ക് വേണ്ടി വെള്ളം കോരിയ പാത്രമാ. 6ാമത് ഭർത്താവല്ലാത്ത ഒരു പുരുഷന് വേണ്ടി വെള്ളം കോരാൻ വന്നത്. അവൾ തീരുമാനിച്ചിനിയും വെള്ളം കോരി നിർത്തുക. ഇനി ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നില്ല, ഈ പാത്രം കൊണ്ട് വെള്ളം കോരുന്നില്ല, വേറെ ഒരു വെള്ളം കോരിന് വേണ്ടി അവളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ പാത്രം വെച്ചിട്ട് അവൾ ശമരിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരുത്തൻ ആ കിണറിന്റെ അവിടെ ഇരിപ്പുണ്ട്, അവൻ പക്ഷേ മശിയായിരിക്കും. ആ പട്ടണം മുഴുവൻ അവളുടെ കൂടെ പുറപ്പെട്ടു വരികയാണ്. കൊള്ളരുതാത്ത രീതിയിൽ ജീവിച്ച 5 കല്യാണങ്ങൾ വീട്ടിൽ നടത്തി, 5 പുരുഷന്മാരെ ഉപേക്ഷിച്ചിട്ട് കല്യാണം കഴിക്കാതെ ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുന്ന അവിഹിത ബന്ധമുള്ള ഒരു സ്ത്രീ ചെന്ന് പറയുകയാണ് എങ്കിൽ നാട്ടുകാർ കൂടെ ഇറങ്ങി വരുമോ? ആരും വരത്തില്ല. അവരുടെ വാക്കിന് വിലയില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അവരുടെ ശബ്ദത്തൊരു വ്യത്യാസം അവർക്ക് മനസ്സിലായി, അവളുടെ മുഖത്തൊരു വ്യത്യാസം മനസ്സിലായി, അവളുടെ ആത്മാർത്ഥതയ്ക്ക് ഒരു വ്യത്യാസം അവർക്ക് മനസ്സിലായി. ഇവൾ പറയുന്നതിൽ എന്തോ സത്യമുണ്ടെന്ന് അവർക്ക് ബോധ്യം വന്ന് പട്ടണം മുഴുവൻ ഇളകി വരുന്നത് കണ്ടുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയാണ്, തലപൊക്കി നോക്ക്, തലപൊക്കി നോക്ക്, കൊയ്ത്തിനു വേണ്ടി ഈ വയലുകൾ വെളുത്തിരിക്കുന്നു. ഇന്ത്യയിലേക്ക് തലപൊക്കി നോക്ക്, 102 കോടി ജനങ്ങൾ, 102 കോടി ജനങ്ങൾ സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ലോക സുവിശേഷീകരണമാണ് ദൈവം തന്റെ ജനത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മളെ ചെറിയ ചിന്താഗതിയുള്ള ആളുകളാണ്. ഗലീലക്കടലിന്റെ തീരത്ത് വളർന്നതായ പത്രോസ്, യോഹന്നാൻ, മത്തായി, ഇങ്ങനെയുള്ള ആളുകൾ പത്രോസ് പറഞ്ഞു കൊടുത്തത് കേട്ട് എഴുതിയതാണ് മർക്കോസിന്റെ സുവിശേഷം. മത്തായി ഗലീലക്കാരനായിരുന്നു, യോഹന്നാൻ ഗലീലക്കാരായിരുന്നു. അതുകൊണ്ട് ഇവരെഴുതിയ ആ സുവിശേഷങ്ങളിൽ ഗലീലക്കടൽ, യേശു ഗലീലക്കടലിൽ കൂടെ അക്കരയ്ക്ക് യാത്ര ചെയ്തു, ഗലീലക്കടൽ ഒരു മീൻ പിടിക്കുകയായിരുന്നു എന്നാ എഴുതിയത്. ഗലീലക്കടൽ എന്ന് പറഞ്ഞൊരു കടലില്ല, ഒരു തടാകമാണ്, ഒരു ലേക്കാണ്. 15 കിലോമീറ്റർ വീതിയുള്ള ഒരു ലേക്കാണ്. യോർദാൻ നദി വന്ന് വീണ ശുദ്ധജല തടാകമാണ്, ഉപ്പുവെള്ളം പോലുമല്ല. പക്ഷേ അവിടെ പാർത്തിരുന്ന ഈ ആളുകൾ അവര് കടല് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവരിതിനെ കടലെന്നാ വിളിച്ചത്. അതുകൊണ്ട് 3 സുവിശേഷകരും ഗലീലക്കടൽ എന്നാ എഴുതിയത്. ലൂക്കോസ് ആകട്ടെ കപ്പല് കയറി വന്നയാളാ, മെഡിറ്ററേനിയൻ സീയിലൂടെ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്തയാളാ. അയാള് യൂറോപ്യനാണെന്ന് കരുതുന്നു. ഏതായാലും കടല് കണ്ടിട്ടുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന് വായിച്ചു നോക്കണം. ഗന്നസരേത്ത് തടാകം, യേശു ഗന്നസരേത്ത് തടാകത്തിൽ കൂടെ പടകിൽ യാത്ര ചെയ്തു. ഗന്നസരേത്ത് തടാകത്തിൽ അവർ മീൻ പിടിക്കുകയായിരുന്നു. ഒരു കൂട്ടർ എഴുതി ഗലീലക്കടലെന്ന്, വേറൊരാൾ എഴുതി ഗന്നസരേത്ത് തടാകം. ഓരോരുത്തരുടെയും പശ്ചാത്തലം അനുസരിച്ചാണ് കാഴ്ചപ്പാട്. ഈ ഗലീലയിലെ ഒരു ചെറിയ തടാകത്തെ നോക്കി കടലെന്ന് വിളിച്ച ആളുകൾക്ക് ലോകവീക്ഷണം കൊടുത്ത് റോമാപട്ടണത്തിലേക്കും ദൂരെയുള്ള ദിക്കുകളിലേക്കും അവരെ അയച്ച് സുവിശേഷം കൊണ്ട് അയച്ച യേശുവിന്റെ പദ്ധതിയാണ് വലിയ പദ്ധതി. നിന്റെ തല കുനിഞ്ഞിരിക്കുമ്പോൾ നീ വിചാരിക്കും ഇതാ ലോകം, മലയാളികളുടേതാണ് ലോകം, കേരളമാണ് ലോകം, മലയാളികളാണ് ലോകം. ഇല്ല, അങ്ങനെയുള്ള ഒരു വിളിയല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ലോക സുവിശേഷീകരണത്തിന് വേണ്ടി നിന്റെ തല പൊക്കി നോക്കണം.
Go ye into all the world and preach the gospel to every creature. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. അതാണ് യേശു പറഞ്ഞത്. എല്ലായിടത്തുമുള്ള എല്ലാവരും, ലോകം മുഴുവൻ. അതുകൊണ്ടല്ലേ സെയിന്റ് തോമസ് അന്ന് പായ്ക്കപ്പൽ കയറി കേരളത്തിന്റെ തീരത്ത് വന്നിറങ്ങി സുവിശേഷം അറിയിച്ച ഇന്ത്യയിൽ തന്റെ ജീവൻ കൊടുത്തത്. ലോകം മുഴുവൻ, അറിയപ്പെട്ട ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുവാൻ അന്ന് അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. യേശുവിന്റെ കൽപ്പന സ്വീകരിച്ചു. ഒരു ലോകത്തെ ചൂണ്ടിക്കൊണ്ട്, നഷ്ടപ്പെട്ട ലോകത്തെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നു, ആത്മാക്കളെ നേടുക, നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുക. പലപ്പോഴും നമ്മുടെ ഭക്തി, നമ്മുടെ മാത്രം, ഞാനും എന്റെ ഭാര്യ എന്റെ മക്കളും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ സ്വർഗത്തിൽ പോകണം, അല്ലെ ഞങ്ങളുടെ സഭക്കാർ, ഞങ്ങളുടെ ഡിനോമിനേഷൻ. ഈ കാഴ്ചപ്പാടല്ല കർത്താവ് തരുന്ന കാഴ്ചപ്പാട്. വിശാലമായൊരു കാഴ്ചപ്പാട്. കർത്താവ് പറയുന്നു, തലപൊക്കി നോക്ക്, തലപൊക്കി നോക്ക്. 102 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവര് യേശുവിന്റെ സുവിശേഷം കേൾക്കണമെങ്കിൽ ആരവരോട് സുവിശേഷം പറയും? അവര് സുവിശേഷം കേൾക്കണ്ടേ? അവരെ അറിയിക്കണ്ടേ? ഇന്ത്യയിലെ 6 ലക്ഷം ഗ്രാമങ്ങൾ, ഇന്ത്യയിലെ 450 ഡിസ്ട്രിക്റ്റുകൾ, സുവിശേഷം അറിയാത്ത എത്രയോ എത്രയോ ജനകോടികൾ. 2-3% ആളുകളിൽ കൂടുതൽ സുവിശേഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ചെന്നാൽ യേശു എന്ന പേര് പോലും കേട്ടിട്ടില്ലാത്ത ജനകോടികളെ ഇന്നും കാണാം. ഇവർ നിത്യ നരകത്തിലേക്ക് പോകുന്നതിന്റെ ഉത്തരവാദിത്വം വെള്ളക്കാരായ പാശ്ചാത്യരായ വിശ്വാസികളെ പിടിച്ച് കർത്താവ് ചോദിക്കത്തില്ല. ന്യായവിധി ദിവസത്തിൽ അവരോട് ചോദിക്കത്തില്ല എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ നരകത്തിൽ പോയെന്ന്. പക്ഷെ ഇന്ത്യക്കാരായിരിക്കുന്ന വിശ്വാസികളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് സുവിശേഷം കൊടുത്തില്ല? സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാനുള്ളൊരു ഏർപ്പാടല്ല സുവിശേഷീകരണം. നിരക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ നിന്റെ ദൗത്യമാണ് യേശുവിനെ മറ്റുള്ളവർക്ക് അറിയിക്കുക എന്നത്. നീ ഒരു വിളക്കാണെങ്കിൽ നിന്റെ പ്രകാശം നൽകുക എന്നത് ആ വിളക്കെന്ന പേരിൽ തന്നെ അടങ്ങിയിരിക്കുന്ന കാര്യമാണ്. വെളിച്ചം കൊടുക്കാത്ത വിളക്ക് എന്തിനു കൊള്ളാം? രുചിയില്ലാത്ത ഉപ്പ് എന്തിനു കൊള്ളാം? ആത്മീയം കേവലം നമ്മുടെ മാത്രം സ്വകാര്യ വസ്തുവാക്കി വയ്ക്കുവാനല്ല കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും മറ്റുള്ളവരെ നേടുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, രക്ഷ സൗജന്യമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രതിഫലവും സൗജന്യമില്ല, ഒരു പ്രതിഫലവും ദാനം കിട്ടുകയില്ല. ഇവിടെ വലിയ വലിയ കേമന്മാരായി നടക്കുന്ന പല വിശ്വാസികളും നേതാക്കന്മാരും സ്വർഗത്തിൽ ചെന്ന് പാപ്പരായിട്ട് നടക്കേണ്ടി വരും. പാപ്പരായിട്ട് അവർക്ക് ഇത്രയും പറയാൻ പറ്റും, കഷ്ടിച്ച് രക്ഷപ്പെട്ടു, നരകത്തിൽ പോകേണ്ടി വന്നില്ല. കാരണം ആത്മാക്കളെ നേടുന്ന അനുസരിച്ചാണ് അവിടുത്തെ തേജസ്. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ ചെറിയ വിരല് പോലും നീ അനക്കിയിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നീ തലകുനിച്ച് നടക്കേണ്ടി വരും. അവിടെ നിന്റെ ഒരു കേമത്വവും കാണുകയില്ല. എന്നാൽ ആത്മാക്കളെ നേടിയിട്ടുണ്ട് എങ്കിൽ ദൈവസന്നിധിയിൽ നീ മാനിക്കപ്പെടും. അനേകർ കറ്റക്കെട്ടുകൾ ചുമന്നുകൊണ്ട് ഉടമസ്ഥന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പ്രതിഫലം ഏറ്റുവാങ്ങുമ്പോൾ കൊയ്തെടുക്കുവാൻ കറ്റകൾ കിട്ടിയില്ലെങ്കിലും കൊയ്ത്തുകാരുടെ പിറകെ നടന്ന് ഞാൻ പെറുക്കിയെടുത്ത ചില കതിരുകളാണെന്ന് പറഞ്ഞ് ഉടമസ്ഥന്റെ പക്കൽ കൊടുക്കുവാൻ നിന്റെ പക്കൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയിട്ടില്ല, നിനക്കൊഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞ മറ്റൊരു കാര്യം, നിന്റെ നിക്ഷേപം എവിടെയുണ്ടോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. നിന്റെ നിക്ഷേപം എവിടെ, അവിടെ ഹൃദയം. എവിടെയാ നിക്ഷേപം? എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഹൃദയം. കർത്താവ് പറഞ്ഞ അവിടെ ഹൃദയം. ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹൃദയം കാണും.
സ്റ്റേറ്റ് ബാങ്കിലും ഫെഡറൽ ബാങ്കിലും ഒക്കെ നിക്ഷേപിച്ചെങ്കിൽ അവിടെ ഹൃദയം കാണും. സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുക എന്നത് നിസ്സാരമായിട്ട് ഏതെങ്കിലും ലാഘബുദ്ധിയോടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. സ്തോത്രകാഴ്ച പാത്രം വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നാണയമോ കറൻസിയോ ഇട്ടുകൊടുത്തത് ദൈവരാജ്യത്തിലെ നിക്ഷേപമാണെന്ന് കരുതരുത്. കാരണം അതും കൊണ്ട് നിങ്ങൾ ബാങ്കിൽ ചെന്ന് നോക്ക് നിക്ഷേപിക്കാൻ കഴിയുമോ എന്ന്. നിങ്ങൾ സ്തോത്രകാഴ്ച പാത്രത്തിലിട്ട കറൻസി എടുത്തുകൊണ്ട് ഫെഡറൽ ബാങ്കിൽ കൊണ്ട് കൊടുത്തേ ഇതൊന്ന് നിക്ഷേപിക്കണം, ഇതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടുള്ളതെന്ന് അവർ സ്വീകരിക്കുകയില്ല. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ ആത്മാക്കളെ നേടുന്ന വേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കണം. എങ്ങനെ കൊടുക്കണം? ഒരു സ്ത്രീ 300 വെള്ളിക്കാശ് വില വരുന്ന തൈലം അവൾ കൊണ്ടുവന്ന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഉടച്ചു. പാലസ്തീനിൽ തൈലം ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്. ചരിത്രം പഠിച്ചാൽ അറിയാം. കുറച്ചു നാള് ക്ലിയോപാട്രായിക്ക് ഭരിക്കാൻ അവകാശം കിട്ടിയ സ്ഥലമായിരുന്നു പാലസ്തീൻ. ജൂലിയസ് സീസറിന്റെ ഈജിപ്തിലെ ഭാര്യയായിട്ടിരുന്ന, അത് കഴിഞ്ഞ് മാർക്ക് ആന്റണി ഭരണം ഏറ്റെടുത്തപ്പോൾ മാർക്ക് ആന്റണിയുടെ ഭാര്യയായിട്ട് അവൾ ഇരുന്നു. അധികാരമോഹമുള്ളൊരു സ്ത്രീയായിരുന്നു. അവളുടെ ആഗ്രഹം ഈജിപ്തിനോട് ചേർത്ത് അടുത്ത രാജ്യങ്ങളിലൂടെ പിടിച്ചെടുക്കാനായിരുന്നു. അങ്ങനെ അവൾക്ക് പാലസ്തീൻ കുറച്ചുനാൾ കിട്ടി. പാലസ്തീനിൽ അക്കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത സുഗന്ധ വിളകൾ കൃഷി ചെയ്തു. അങ്ങനെ തൈലമുണ്ടാക്കുന്ന വിശിഷ്ട ചെടികൾ അവിടെ ഇറക്കുമതി ചെയ്ത് നട്ടുവളർത്തി. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈലം വളരെ പ്രസിദ്ധമായി തീർന്നു. കൃഷിക്കാർ തൈലം ശേഖരിക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആളുകൾ വാങ്ങിച്ച് ഭരണിയിൽ സൂക്ഷിക്കും. വില കൂടുന്ന അവസരത്തിൽ അത് വിൽക്കും. ഈ സ്ത്രീയുടെ വീട്ടിൽ ഒരു ഭരണി നിറച്ച് തൈലമുണ്ട്. 300 വെള്ളിക്കാശ്. എത്രയാണ് 300 വെള്ളിക്കാശ്? ഒരാൾ ജോലി ചെയ്താൽ അക്കാലത്ത് ഒരു സാധാരണ ജോലിക്കാരൻ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന അവന്റെ ആദായമാണ്. ഒരു വർഷത്തെ വരുമാനമാണ് 300 വെള്ളിക്കാശ്. ഒരു പാവപ്പെട്ട വീടാണ് ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്. തൊട്ടടുത്തൊരു ധനികന്റെ വീട്ടിലായി യേശു വന്നിരിക്കുന്നത്. ശിമയോൻ, പരീശനായ ശിമയോൻ. ശിമയോന്റെ വീട്ടിൽ യേശു വന്നപ്പോൾ ശിമയോൻ യേശുവിന്റെ കാല് കഴുകി കൊടുത്തില്ല, യേശുവിന് തൈലം അഭിഷേകം ചെയ്തു കൊടുത്തില്ല, അവനെ ചുംബിച്ചു സ്വീകരിച്ചില്ല. യഹൂദന്മാർ ആളുകളെ ക്ഷണിച്ചു വരുത്തുകയാണെങ്കിൽ അവരുടെ കസ്റ്റമുണ്ട്, അവരുടെ മാനേഴ്സ് ഉണ്ട്. ഒരതിഥിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയാൽ ആ അതിഥി ഈ വരുന്ന വീട്ടുകാരനേക്കാൾ സമൂഹത്തിൽ ഉയർന്നയാളാണെങ്കിൽ ആതിഥേയൻ ഇറങ്ങിച്ചെന്ന് ഈ അതിഥിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിക്കണം. കൂട്ടിക്കൊണ്ടുവന്ന് അയാളുടെ കാല് കഴുകി തുടച്ചു കൊടുക്കണം. ഇതാണ് ആതിഥേയൻ ചെയ്യേണ്ട. അതിഥി സമൂഹത്തിൽ ഉന്നതനാണെങ്കിൽ, അതിഥിയും ആതിഥേയനും ഒരേ സ്റ്റാറ്റസ് ഉള്ള ആളാണ് എങ്കിൽ വീട്ടിലെ അടിമ ഇറങ്ങിച്ചെന്ന് അതിഥിയുടെ കാല് കഴുകി തുടച്ചു കൊടുക്കണം. ഈ വരുന്ന അതിഥി ആതിഥേയനേക്കാൾ സ്റ്റാറ്റസ് കുറഞ്ഞയാളാണ് എങ്കിൽ വരുന്ന അതിഥി തന്നെത്താൻ കാല് കഴുകി കയറിയിരുന്നോണം. ആരും കാല് കഴുകി കൊടുക്കത്തില്ല. യേശു വന്നപ്പോൾ കാല് കഴുകി കൊടുത്തില്ല. അതിന്റെ അർത്ഥം ശിമയോൻ കാണിക്കുകയാണ്, ഞാനാ വലിയവൻ. കാര്യം ഞാൻ പറയുകയാണ്, അവള് ചെയ്ത കാര്യം. കൊടുക്കുകയാണ് എങ്കിൽ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതാണ് സ്വർഗത്തിൽ നമ്മൾ വയ്ക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്. സുവിശേഷ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. സ്റ്റെയിൻസ് എന്ന മിഷണറിയെ ഓറീസായിൽ അദ്ദേഹത്തെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ജീവനോടെ ചുട്ടുകരിച്ചു സുവിശേഷ വിരോധികൾ. അങ്ങനെയുള്ള ആളുകൾക്ക് കവറിങ് നൽകിയിരുന്ന ഒരു വർഗീയ ഗവൺമെന്റ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് കാലാവധി പൂർത്തിയാക്കുവാൻ പിന്നെയും 4-5 മാസങ്ങൾ ബാക്കിയുണ്ടായിരിക്കെ അവർക്ക് വൻപിച്ച ഭൂരിപക്ഷം കിട്ടും, ഉടനെ തെരഞ്ഞെടുപ്പ് നടത്തിയാലെന്ന തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് 5 മാസം മുമ്പ്, കാലാവധി പൂർത്തിയാക്കുന്നതിന് 5 മാസം മുമ്പ് ഇന്ത്യയിൽ
ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ആ ഇലക്ഷനിൽ ആ ഗവൺമെന്റ് വലിയ ഭൂരിപക്ഷത്തിൽ വരും എന്ന് എല്ലാ സർവേക്കാരും സർവേ നടത്തിയവരെല്ലാം അഭിപ്രായപ്പെട്ടു. ഇലക്ഷന് 3 ദിവസം മുമ്പ് ഇന്ത്യയിലുള്ള ദൈവഭൃത്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിഫോണിൽ കൂടെ ബന്ധപ്പെട്ട് ഒരു പ്രയർ ചങ്ങല ആരംഭിച്ചു. 3 ദിവസം ഉപവാസ പ്രാർത്ഥനകൾ നടന്നു. ഇലക്ഷൻ നടന്ന റിസൾട്ട് വന്നപ്പോൾ സോണിയാഗാന്ധി പോലും അത്ഭുതപ്പെട്ടുപോയി, എങ്ങനെയാ ജയിച്ചെന്ന്. ഇന്ത്യയിൽ വർഗീയവാദികളുടെ പാർട്ടി പരാജയപ്പെടുകയും മതസ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. ഇത് യാദൃച്ഛികമാണെന്ന് ഞാൻ കരുതുന്നില്ല, മഹാദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നു. അനേക രാജ്യങ്ങളിലും ദൈവമക്കൾ പ്രാർത്ഥിച്ചതാണ് ഇന്ത്യക്ക് വേണ്ടി. ഇന്ത്യയിലുള്ള പീഡനങ്ങളുടെ സമയത്ത് ദൈവം പ്രാർത്ഥന കേട്ടു. അതിനുശേഷം ഡൽഹിയിൽ പല മീറ്റിങ്ങുകൾ നടന്നു. 2 മീറ്റിങ്ങുകളിൽ എനിക്ക് പങ്കെടുക്കുവാനിടയായി. ഡൽഹിയിലുള്ള പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും മന്ത്രിമാർക്ക് വേണ്ടിയും ഒരു പ്രയർ മീറ്റിംഗ് താജ് ഹോട്ടലിൽ വെച്ച് നടത്തി. 15 ക്രിസ്ത്യൻ ലീഡേഴ്സിനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം ക്ഷണിച്ചു. സംഘാടകർ എങ്ങനെയോ എന്നെ കൂടെ ആ കൂട്ടത്തിൽ വിളിച്ചു. എനിക്കും അതുകൊണ്ട് അവിടെ പോകാൻ കഴിഞ്ഞു. അവരോട് പ്രസംഗിക്കാനായിട്ട് അവർ ക്ഷണിച്ചു വരുത്തിയത് ബെന്നിഹിനെ ആയിരുന്നു. അതിനുവേണ്ടി മാത്രം 1 ദിവസത്തേക്ക് ബെന്നിഹിൻ ഇന്ത്യയിൽ വന്ന് ഈ പാർലമെന്റ് അംഗങ്ങളോടും മന്ത്രിമാരോടും പ്രസംഗിച്ചു. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള ദൂത് പ്രസംഗിച്ചു. കേന്ദ്രമന്ത്രിമാരൊക്കെ അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് സ്റ്റേജിൽ കയറി ചെല്ലുന്നത് എനിക്ക് കാണുവാനിടയായി തീർന്നു. ഒരു രാജ്യം എത്ര പെട്ടെന്നിങ്ങനെ മാറി എന്ന് അത്ഭുതപ്പെടത്തക്കവണ്ണം ഡൽഹിയിൽ തന്നെ നടന്ന കാര്യമാണ്. മറ്റൊരു മീറ്റിംഗ് നടന്നത് ദിനകരനും അദ്ദേഹത്തിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. ഒരു പ്രാർത്ഥനാ സംഘം ഇന്ത്യക്ക് വേണ്ടി രൂപീകരിക്കണം. അങ്ങനെ അദ്ദേഹം 300 പേരെ വിളിച്ചുകൂട്ടി. ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് എനിക്ക് പോകുവാനിടയായി തീർന്നു. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഡൽഹിയിലെ ഷീലാ ദീക്ഷിത് എന്ന മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും എല്ലാം ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. ഷീലാ ദീക്ഷിത് എന്ന ഡൽഹി മുഖ്യമന്ത്രി ചെയ്ത പ്രസംഗത്തിൽ അവർ പറഞ്ഞ വാചകം ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇന്ത്യക്ക് ചുറ്റും ഒരു പ്രാർത്ഥനാ വലയമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മനുഷ്യർ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറയുവാനിടയായി തീർന്നു. വലിയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ദൈവത്തിന്റെ പദ്ധതിയിൽ ഇന്ത്യ രാജ്യത്തിന് ദൈവം വെച്ചിരിക്കുന്ന സമയം വന്നിരിക്കുന്നു. 2010 ആണ്ട് ആകുന്നതിന് മുമ്പ് 2010 ആണ്ടോട് കൂടി അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ അതിശക്തമായ ആത്മീയ ഉണർവുണ്ടാകുകയും ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിന് വേണ്ടി ഓർത്തിരിക്കുകയും ചെയ്യുന്ന സമയം വന്നിരിക്കുകയാണ്. അതിനുള്ള സമയമാണിത്. അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പേ എനിക്ക് ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പോകാനിടയായി തീർന്നു. അവിടെ ഉണ്ടായ മാറ്റങ്ങൾ കാണാനിടയായി തീർന്നു. പാറ്റ്നയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ 1ാം പ്രസിഡന്റ്, ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ വീട് ഒരു ട്രസ്റ്റ് ഏറ്റെടുത്തൊരു മെമ്മോറിയലായിട്ട് സൂക്ഷിച്ചിരിക്കുക. അതിന്റെ മൈതാനമാണ് മുറ്റം ഒരു വലിയ മൈതാനം. ആ മൈതാനം അതിന്റെ ട്രസ്റ്റിന്റെ ആളുകളോട് ചോദിച്ചു വാങ്ങി ആദ്യമായിട്ടൊരു സുവിശേഷ യോഗം അവിടെ നടത്തുകയാണ്. യോഗം നടത്താൻ തുടങ്ങിയപ്പോൾ അവിടെ വലിയ എതിരുണ്ടായി. RSകാരായിരിക്കുന്ന ആളുകൾ വന്ന് ഉപദ്രവിക്കാനൊക്കെ വന്നു. എങ്കിലും ഞാനാണ് 3 ദിവസം അവിടെ പ്രസംഗിച്ചത്. 1000-ലധികം ആളുകൾ, അത് ഹൈ കാസ്റ്റ് ഹിന്ദുസ് ആണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കണം,
ഉപദ്രവിക്കാൻ വന്ന ആളുകളെ അവരോടിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയണം ഇതെന്താണെന്ന്. ഇവരെന്താ കുഴപ്പം പറയുന്നത്, ഞങ്ങൾ കേൾക്കട്ടെ. അതിൽ 800-ലധികം ആളുകൾ രക്ഷിക്കപ്പെടാനായിട്ട് എഴുന്നേറ്റ് നിന്നു. അനേകർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. പിറ്റേ ആഴ്ച തന്നെ അവിടെ സഭ ആരംഭിച്ചു. 40-ലധികം ആളുകൾ സ്നാനപ്പെട്ട് ഇപ്പോൾ അവിടെ സഭായോഗം നടന്നു വരികയാണ്. ചില ആഴ്ചകളെ ആയുള്ളൂ. ഞാൻ ഇവിടെ വില്ലൻ ലീവ് എന്ന് പ്രസംഗിച്ചിട്ട് ആ ആഴ്ച ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നേരെ ഞാൻ പോയത് ഭോപ്പാലിനായിരുന്നു. ഭോപ്പാലിൽ നിന്ന് പാറ്റ്നയിലേക്കാണ് പോയത്. നവാപൂർ എന്ന സ്ഥലത്താണ് അതിന്റെ അടുത്ത ആഴ്ച കൺവെൻഷൻ ഉണ്ടായിരുന്ന. മഹാരാഷ്ട്രയിൽ നവാപൂരിൽ, ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെയും ബോർഡറാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 90 പള്ളികൾ കത്തിച്ചു കളഞ്ഞ സ്ഥലമാണ് നവാപൂർ ഏറിയ. ആദിവാസികളാണ്. അവരുടെ കൺവെൻഷനിലൊക്കെയാണ് ഡോക്ടർ തോമസ് മാത്യു, രാജസ്ഥാനിലുള്ള ദൈവദാസൻ, എല്ലാ വർഷവും നടത്തുന്ന കൺവെൻഷനാണ്. ഈ വർഷത്തെ കൺവെൻഷനിൽ 50,000 ആളുകളാണ് പങ്കെടുത്തത്. 50,000 ആളുകൾ. കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ. കേന്ദ്രമന്ത്രി ആ നാട്ടുകാരനാണ്, അല്ല ഒരു ട്രൈബൽ വംശജനാണ്. അദ്ദേഹം വിശ്വാസിയല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആ പാർലമെന്റ് ആ നിയോജകമണ്ഡലത്തിൽ അത്രയും ആളുകൾ കൂടുന്ന ഒരു യോഗമുണ്ടെന്നറിഞ്ഞ് അദ്ദേഹം വന്നതാണ്. 50,000 ആളുകൾ വന്ന് ദൈവവചനം കേൾക്കുവാൻ. രക്ഷിക്കപ്പെട്ടവരല്ല. പകുതി ആളുകൾ വിശ്വാസികളാണ്, ബാക്കി ആളുകൾ വചനം കേൾക്കുവാൻ വരികയാണ്. ആളുകൾക്ക് ദാഹമാണ്, ആളുകൾക്ക് താല്പര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ദൈവത്താൽ സംഭവിക്കുന്നു. ഇതാ നമ്മുടെ രാജ്യത്തിന്റെ സമയം വന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഗ്രാമം നിങ്ങൾ ദത്തെടുക്കണം. ഉത്തരേന്ത്യയിലെ ജാതിയുടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സുവിശേഷകനെ നിങ്ങൾ സഹായിക്കണം. ഉത്തരേന്ത്യയിലെ ജാതികളുടെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവരെ പട്ടിണി കിടന്നുകൊണ്ട്, തല്ലുകൊണ്ടുകൊണ്ട്, ഉപദ്രവം സഹിച്ചുകൊണ്ട്, അവരുടെ അകത്ത് ദൈവം കൊടുത്ത ദർശനം കൊണ്ട് മാത്രം അവരവിടെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുകയും നാട്ടിൽ അവധിക്ക് പോകുമ്പോൾ ചില ദിവസമെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കർത്താവിന്റെ വേലയിൽ പങ്കാളികളാകണം. കാരണം നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിന്റെ മാറ്ററിയുന്നത് നിത്യതയിലാണ്, ഇവിടെയല്ല. സ്തോത്രം. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഇന്ന് പ്രസംഗിക്കാനൊക്കത്തില്ല. ദൈവവചനം വായിച്ച് തുടർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. തലമുണയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പ്രിയ പിതാവേ, അവിടുത്തെ തിരുവചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി വചനത്തെ പ്രകാശിപ്പിച്ച് ഞങ്ങളോട് തുറന്ന് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. നഷ്ടപ്പെട്ട മനുഷ്യൻ, പാപത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യൻ, അവനെ റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടവനാണ്. വണ്ടി അപകടമുണ്ടാകുമ്പോൾ ഇൻഷുറൻസിൽ നിന്ന് ഇൻഷുർ ചെയ്ത വാഹനങ്ങൾക്ക് നന്നാക്കാനുള്ള പണം കിട്ടും. അതിന് ഇൻഷുറൻസിന്റെ ഇൻസ്പെക്ടർമാരുണ്ട്. അവർ നോക്കും വണ്ടിക്ക് എന്ത് കേടുണ്ട്, എത്ര രൂപ ചെലവ് വരും നന്നാക്കാൻ. ചില സമയത്ത് അപകടം വളരെ കൂടിയതാണ് എങ്കിൽ നന്നാക്കാൻ ഒക്കത്തില്ല വാഹനം. അതുപോലെ തകർന്നു പോയിരിക്കുക, പാട്ട ചുളുങ്ങിയതുപോലെ വണ്ടി ചുളുങ്ങിയെടുക്കാൻ, നന്നാക്കിയെടുക്കാൻ ഒക്കത്തില്ല. അതിനേക്കാൾ നല്ലത് പുതിയ വണ്ടി വാങ്ങിക്കുകയാണ്. ആ സമയത്ത് അവർ എഴുതുന്നൊരു വാക്കുണ്ട്, ടോട്ടൽ ലോസ്. നന്നാക്കാൻ ടോട്ടൽ ലോസ്, മുഴുവൻ പോയിരിക്കുക, നന്നാക്കാൻ ഒക്കെയില്ല. പാപത്തിൽ വീണ മനുഷ്യൻ ടോട്ടൽ ലോസ് ആണ്. അവനെ നന്നാക്കിയെടുക്കാനൊക്കത്തില്ല. ദുർഗുണ പരിഹാര പാഠശാലയിലോ കാരാഗ്രഹത്തിലോ നിയമത്തിന് മുമ്പിലോ കൊണ്ടുവന്ന് അവനെ നന്നാക്കിയെടുക്കാനൊക്കത്തില്ല. വിദ്യാഭ്യാസം കൊണ്ടോ പരിഷ്കാരം കൊണ്ടോ അവനെ നന്നാക്കിയെടുക്കാനൊക്കത്തില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, അവനെ പുതുതായി സൃഷ്ടിച്ചെടുക്കണം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. ക്രിസ്തുവിലൂടെ പുതിയ സൃഷ്ടിയാക്കുകയാണ്. യേശു പറഞ്ഞു, ദൈവത്തെങ്കിലേക്കുള്ള വഴി ഞാനാണ്, ദൈവത്തെങ്കിലേക്കുള്ള
സത്യം ഞാനാണ്. ദൈവത്തിന്റെ ജീവൻ മനുഷ്യൻ ലഭിക്കുന്നത് എന്നിലൂടെയാണ്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. ലോകത്തിൽ വന്ന ആളുകൾ ദൈവത്തെങ്കിലേക്കുള്ള വഴിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ആ വഴി പോയാൽ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാം, ഈ വഴി പോയാൽ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാം, വഴി ഇങ്ങനെയായിരിക്കും, വഴി അങ്ങനെയായിരിക്കും, വഴികളെ കുറിച്ചുള്ള നിരവധി അഭിപ്രായങ്ങൾ പറഞ്ഞ മഹാന്മാർ ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്. എങ്കിലും യേശു വഴിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ വന്നവനല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെയാ വഴി. വഴിയെക്കുറിച്ചുള്ള അഭിപ്രായമല്ല എനിക്ക് പറയാനുള്ളത്, ഞാനാ വഴി. സത്യം എന്താണ്? പീലാത്തോസ് ചോദിച്ചു, സത്യം എന്താണ്? സത്യത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ലോകത്തിലുണ്ട്. അതാ സത്യം, ഇതാ സത്യം. യേശു പറഞ്ഞു, ഞാനാ സത്യം. ജീവൻ എന്താണ്? യേശു പറഞ്ഞു, ഞാനാ ജീവൻ. ഏത് ജീവനാണ്? ജീവൻ, നിത്യജീവൻ. നിത്യജീവന്റെ അർത്ഥം എന്താണ്? നിത്യജീവന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന അവസാനമില്ലാത്ത ജീവനെന്നോ അനന്ത ജീവനെന്നോ അതിന്റെ ദൈർഘ്യത്തെ കുറിച്ചാണ് നിത്യജീവൻ എന്ന് നാം പറയുന്നത്. ദൈർഘ്യം അതല്ല നിത്യജീവൻ. നിത്യജീവൻ അതിന്റെ ക്വാളിറ്റിയാണ്, അതിന്റെ ഗുണമേന്മയാണ്. അത് മനസ്സിലാകണമെങ്കിൽ അനന്തജീവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ദൈവജീവൻ എന്നാണ്. യേശുവാണ് മനുഷ്യന് ദൈവജീവൻ നൽകുന്നത്. യഹൂദന്മാർക്ക് വളരെ മനസ്സിലാകുന്ന 3 വാക്കുകളാണ് യേശു ഉപയോഗിച്ചത്: വഴിയും സത്യവും ജീവനും. കാരണം അവരുടെ ആരാധനാ സ്ഥലത്തിന് ഓരോ ഭാഗത്തിന് അവർ ഈ പേരിട്ടിരുന്നു. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തെ അവർ വഴിയെന്ന് വിളിച്ചിരുന്നു. വിശുദ്ധ സ്ഥലത്തെ അവര് സത്യമെന്ന് വിളിച്ചിരുന്നു. അതിപരിശുദ്ധ സ്ഥലത്തെ അവർ ജീവനെന്ന് വിളിച്ചിരുന്നു. അവർക്കറിയാം വഴിയെന്ന് പറഞ്ഞാൽ എന്താണ്, സത്യമെന്ന് പറഞ്ഞാൽ എന്താണ്, ജീവനെന്ന് പറഞ്ഞാൽ എന്താണ്. യേശു പറഞ്ഞു, ഞാനാ വഴി. പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠവും താമ്രത്തൊട്ടിയും ഞാൻ തന്നെയാണ്. വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന നിലവിളക്കും കാഴ്ചയപ്പത്തിന്റെ മേശയും ധൂപപീഠവും ഞാൻ തന്നെയാണ്. അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകവും അതിന്മേലുള്ള കൃപാസനവും ഞാൻ തന്നെയാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ആദ്യം സമാഗമന കൂടാരത്തിലേക്ക് കയറി വരികയാണെങ്കിൽ പ്രാകാരത്തിലേക്ക് കയറി വരുമ്പോൾ അവിടെ 2 ഉപകരണങ്ങളാണുള്ളത്. കയറി വരുമ്പോൾ ആദ്യം ഇരിക്കുന്ന യാഗപീഠം, രണ്ടാമത് താമ്രത്തൊട്ടി. ആര് വന്നാലും ആദ്യം യാഗപീഠത്തിന്റെ അടുക്കൽ വരാതെ ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല. ദൈവത്തെങ്കിലേക്കുള്ള വഴിയിൽ ആദ്യം നിൽക്കുന്ന ഒരു യാഗപീഠമാ. ഏത് യാഗപീഠമാണെന്നറിയാമോ? കാൽവറിയിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ യാഗപീഠമാണ്. കാൽവറി യാഗമായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരാൾക്ക് ദൈവവുമായിട്ടുള്ള നിരപ്പിലേക്ക് വരുവാൻ കഴിയയില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ഇടയ്ക്കൊരു മധ്യസ്ഥൻ വേണം. യേശുവാണ് ആ മധ്യസ്ഥൻ. മധ്യസ്ഥന് ഏറ്റവും കുറഞ്ഞ 2 യോഗ്യത വേണം. മധ്യസ്ഥന് 2 കക്ഷികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോഴാണ് മധ്യസ്ഥനെ ആവശ്യം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ മധ്യസ്ഥ വേണ്ടി വരുന്ന അതിന് തർക്കമുണ്ടാകുമ്പോഴാണ്. വേലി കെട്ടാൻ നേരത്തോ മതിൽ കെട്ടാൻ നേരത്തോ അയൽക്കാർ അതിന് വഴക്കിടുമ്പോഴാണ് പഞ്ചായത്ത് മെമ്പറെയോ MLA ഒക്കെ വിളിച്ചുകൊണ്ട് വരും അതിര് തർക്കത്തിന് മധ്യസ്ഥനായിട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഈ 2 കൂട്ടരെക്കാളും സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ള, അല്ലെങ്കിൽ 2 കൂട്ടരിൽ ഏറ്റവും സ്റ്റാറ്റസ് ഉള്ള ആളിന്റെ ഒപ്പമെങ്കിലും സ്റ്റാറ്റസ് ഉള്ള ഒരാൾ വന്നാലേ മധ്യസ്ഥനാകാനൊക്കത്തുള്ളൂ. വഴിയെ പോകുന്ന ഭിക്ഷക്കാരൻ പറയുക, ഇന്ന് നിങ്ങൾ വഴക്കിട്ടണ്ട, നാളെ എനിക്ക് സമയമുണ്ട് വന്ന് പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞാൽ 2 കൂട്ടരും കൂടെ അവനെ ഓടിക്കും. ഒന്നുകിൽ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, MLA ആരെങ്കിലും വേണം, സ്റ്റാറ്റസ് ഉള്ള ആളായിരിക്കണം. ഇവിടെ ദൈവവും ഭാവിയുമായിട്ടാണ് പ്രശ്നം. ദൈവവും ഭാവിയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടയ്ക്ക് മധ്യസ്ഥനായി നിൽക്കണമെങ്കിൽ ഭാവിയായ മറ്റൊരു മനുഷ്യന് കഴിയത്തില്ല. ദൈവത്തിന്റെ ഒപ്പം സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. രണ്ടാമത്തെ കാര്യം, മധ്യസ്ഥന് ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണം എന്താണോ ഇവർ തമ്മിലുള്ള പ്രശ്നം, ആ പ്രശ്നം മധ്യസ്ഥന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിരുതർക്കം തീർക്കാൻ വരുന്ന ആള് അയാളുടെ വീടിന് 4 വശത്തുള്ള അതിരുതർക്കം ഉണ്ടാക്കി കേസും കൊടുത്തവനാണെങ്കിൽ അവൻ വരികയാണെങ്കിൽ ഇവർ പറയും, ആദ്യം പോയി തന്റെ പ്രശ്നം തീർക്കാൻ പറയും. പാപിയും ദൈവവുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ പാപിയായ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കയില്ല. പാപമില്ലാത്തൊരുവനെ കൊണ്ട് സാധിക്കത്തുള്ളൂ.
ഈ യോഗ്യതയുള്ള ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തു സ്തോത്രം. യാഗപീഠത്തിങ്കൽ ഒരാട്ടിൻകുട്ടിയെ അറുക്കുവാൻ കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. യാഗപീഠത്തോട് ചേർത്ത് യാഗപുരത്തെ കെട്ടുവിരുന്ന് നാം വായിക്കുന്നു. ചേർത്ത് കെട്ടിയാൽ അതിന്റെ അർത്ഥം യാഗം കഴിക്കുവാൻ പോകുകയാണ്. ആ ആടിനെ അറുത്തു. എന്നാൽ യെരൂശലേമില് എത്ര ആടുകളെ ദൈവാലയത്തിൽ അറുത്തിട്ടുണ്ടെങ്കിലും ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ ഒരു നാളും കഴിയുന്നതല്ല. അതെല്ലാം നിഴൽ മാത്രമായിരുന്നു, പ്രതീകങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവരി മലയുടെ ഉയരത്തിൽ കയറിയ യേശുവിന്റെ യാഗത്തിൽ മാത്രമാണ് മനുഷ്യന്റെ പാപം മോചിക്കുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ ഒരു നാളും കഴിയുന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയല്ലോ. എബ്രായത്തിൽ വായിക്കുന്നു, നീ എനിക്കായി ഒരു ശരീരമൊരുക്കി. എവിടെ ഒരുക്കി? വിശുദ്ധ മറിയയുടെ ഉദരത്തില് ദൈവം ഒരു ശരീരമൊരുക്കി. ഏത് ശരീരം? ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. അതെ, ഈ സൃഷ്ടി ഉൾപ്പെട്ടതല്ല യേശുവിന്റെ ശരീരം. ആദാമ്യ സൃഷ്ടി ഉൾപ്പെട്ടതല്ല, ആദാമ്യ രക്തം കലർന്നതല്ല. അതുകൊണ്ടാണ് അവൻ കന്യകയിൽ പിറന്നത്. അവൻ കന്യകയിൽ പിറന്നതിന്റെ കാരണം ആദാമ്യ രക്തം അവനിൽ കലരുവാൻ പാടില്ല. തൈരും തേനുമായിരുന്നു അവൻ ഉപജീവിച്ചതെന്ന് യെശയ്യാവ് വായിക്കുന്നു. കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ തൈരും തേനും കൊണ്ടാണ് അവന്റെ ശൈശവത്തിൽ അവൻ ഉപജീവിക്കുന്നത്. ഈ ശരീരം 33.5 വയസ്സ് വരെ വളർന്നു കഴിഞ്ഞപ്പോൾ എല്ലാ പുരോഹിതന്മാരും വല്ലവരുടെയും ആടിനെയും കാളയൊക്കെ മേടിച്ച് യാഗമർപ്പിച്ചപ്പോൾ യേശു അവന്റെ സ്വന്തം ശരീരം യാഗത്തിന് വേണ്ടി വെച്ചുകൊടുത്തു. അവന്റെ സ്വന്തം ശരീരമാണ് യാഗമാക്കിയത്. 33 തിരുവയസ്സില് ഗത്സമന തോട്ടത്തില് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപം അവന്റെ മേൽ ചുമത്തിയപ്പോൾ അവൻ അവിടെ നിലവിളിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറണം. പാപം കണ്ടിട്ടില്ലാത്ത പരിശുദ്ധിൽ പരിശുദ്ധനായ ദൈവസുതൻ പാപം കണ്ടപ്പോൾ അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യവർഗത്തിന്റെ പാപം കലക്കിയ പാനപാത്രം അവൻ മട്ടോളം ഊറ്റിക്കുടിച്ചു. അവനെ പിടിച്ചു കൊണ്ടുപോയി അവർ ഉപദ്രവിച്ചു. പീലാത്തോസിന്റെ അരമനയിൽ വിസ്തരിച്ചൊരു കുറ്റവുമില്ലെന്ന് വിധി പറഞ്ഞിട്ട് അടിക്കാൻ ഏൽപ്പിച്ചു. അവനെ കൽത്തൂണോട് ചേർത്ത് കെട്ടിയിട്ടിട്ട് അവന്റെ പുറത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി ചാട്ടവാറുകൊണ്ട് അവന്റെ പുറത്ത് ആഞ്ഞടിച്ചു. നിലമുഴുമ്പോൾ മണ്ണ് മറിഞ്ഞു കിടക്കുന്ന പോലെ യേശുവിന്റെ പുറത്ത് ഉഴവ് ചാലുകൾ നീളത്തിൽ കീറി. അവന്റെ തടിയിൽ മുൾക്കിരീടം അടിച്ചിറക്കി. അവന്റെ മുഖത്തെ രോമങ്ങൾ ചവണ കൊണ്ട് പറിച്ചെടുത്തു. അവന്റെ മുഖത്ത് തുപ്പി ഭാരമുള്ളൊരു മരക്കുരിശ് കൊടുത്തു. ആ ക്രൂശം എടുത്തുകൊണ്ട് വീണു എഴുന്നേറ്റും. അശ്രയനായ യേശു യെരൂശലേമിന്റെ വീതി കുറഞ്ഞ തെരുവിലൂടെ നടന്നുപോയി. നമുക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടി യാഗമായി തീർന്നു. ദൈവകുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവനാണ് വഴി. നിനക്കെങ്ങനെയാ ഇവിടെ കയറി പ്രാഗൽഭ്യത്തോടെ ഇരിക്കാൻ കഴിയുന്നത്? എന്ത് ധൈര്യത്തിലാണ് ഇന്ന് രാത്രി നീ വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇരിക്കുന്നത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, യേശുവിന്റെ രക്തം എന്നെ കഴുകി, യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. നിനക്കെന്താണ് പ്രാഗൽഭ്യം? നിനക്കെന്താണ് ധൈര്യം? നിനക്കെന്താണ് അവകാശം? ഒറ്റ മറുപടി, രക്തത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞു. യേശുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം ചില പാപങ്ങളൊക്കെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കുറെ പാപങ്ങൾ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയല്ല, ഞാൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എത്ര പാപങ്ങൾ, എത്ര പാപങ്ങൾ, സകല
സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിനർത്ഥം യേശുവിന്റെ രക്തം നിന്നെ കഴുകിയ പിന്നെ ഒട്ടും ബാക്കിയില്ല, കറ പോലുമില്ല, പാടുപോലുമില്ല. അതുകൊണ്ടാണ് നീ വിശുദ്ധനായിരിക്കുന്നത്. ഇവിടെ വന്ന് തലകുനിച്ച് പ്രാഗൽഭ്യമില്ലാതെ ഇന്ന് രാത്രി നീ ഇരിക്കേണ്ട കാര്യമില്ല. നിനക്ക് യേശുവിന്റെ രക്തത്തിന് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാഗൽഭ്യത്തോടെ അവനെ സ്തുതിക്കാൻ കഴിയും. രക്തമെന്നെ കഴുകി, രക്തമെന്നെ ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. യാഗപീഠത്തെങ്കിൽ രക്തത്തിന്റെ ശുദ്ധീകരണമാണ് നടക്കുന്നെങ്കിൽ തൊട്ടടുത്തിരിപ്പുണ്ട് താമ്രത്തൊട്ടി. ആ താമ്രത്തൊട്ടിയിലുള്ള വെള്ളം വചനമാണ്, ദൈവ വചനം. വചനത്തിന്റെ ശുദ്ധീകരണം. യേശുവിന്റെ രക്തം നിന്നെ കഴുകുക മാത്രമല്ല, വചനം നിന്നെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനവും യേശുവിന്റെ രക്തവും കൂടെ ചേർത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് രക്ഷ. അങ്ങനെയാണ് രക്ഷ നിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. നിന്റെ അകത്തേക്ക് വിതയ്ക്കപ്പെട്ട വചനത്തിന് ജീവൻ ഉണ്ടായപ്പോഴാണ് നീ വീണ്ടും ജനിച്ചത്. എങ്ങനെയാ വീണ്ടും ജനം നടക്കുന്നു ഞാൻ പറയാം. മറിയയുടെ അടുക്കൽ ചെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളേ, നിനക്ക് വന്ദനം, മശിഹ നിന്നിൽ പിറക്കുവാൻ പോകുക. അപ്പോൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, അടിയനിതാ പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ. ഇതെങ്ങനെ സംഭവിക്കും? ഇറ്റ്സ് ഇംപോസിബിൾ. സാധിക്കാത്തൊരു കാര്യം, നടക്കാത്തൊരു കാര്യം, ലോകത്തിൽ കേട്ടുകഴിവരും ഇല്ലാത്തൊരു കാര്യം എങ്ങനെ നടക്കും? അപ്പോൾ ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ ഉൽപാദിതമാകും. പലപ്പോഴും ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പല തടസ്സങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഇത് ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. ആ സമയത്ത് ദൈവത്തിന് പറയാനുള്ള ഇതാണ്, അത്യുന്നതന്റെ ശക്തി നിഴലിടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അസാധ്യമായത് സാധ്യമായി തീരും. അത് കേട്ടപ്പോൾ മറിയ പറഞ്ഞു, അടിയനിതാ അവിടുത്തെ ദാസി, അവിടുത്തെ വചനം പോലെ അടിയന് ഭവിക്കട്ടെ, വചനം പോലെ ഭവിക്കട്ടെ. ആ വചനത്തെ സ്വീകരിച്ചു. ആ വചനം അകത്തോട്ട് കയറി അവളുടെ ഉദരത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ ഉൽപാദിതമായി. സുവിശേഷത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ വചനം കേട്ടിട്ട് ഒരാൾ പറയുന്നു, അടിയനിതാ അവിടുത്തെ ദാസൻ, അവിടുത്തെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വീണ വചനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ച് ഒരു വിശുദ്ധ പ്രജ നിന്റെ അകത്തുണ്ടാകുന്നതാണ് വീണ്ടും ജനനം. അതാണ് പുതിയ സൃഷ്ടിയാകുന്നത്. അതാണ് രക്ഷയുടെ അനുഭവം. സ്തോത്രം. വളരെ ദീർഘമായി പറയേണ്ട ഒരു വിഷയമാണല്ലോ സമാഗമന കൂടാരത്തിലെ വിഷയം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാണ്. അടുത്ത് കയറുന്ന വിശുദ്ധ മന്ദിരത്തിലോട്ടാ, വിശുദ്ധ സ്ഥലത്താ. അവിടെയാണ് സത്യം. സത്യം അവിടെയാ. പക്ഷെ അതിനകത്ത് എല്ലാവർക്കും കയറാൻ പറ്റില്ല. അതിനകത്ത് കയറാൻ പുരോഹിതന്മാർക്ക് മാത്രമേ ഒക്കത്തുള്ളൂ. ലേവ്യക്കാർക്കും സാധാരണ ഭക്തജനങ്ങൾക്കും പ്രാകാരം വരെ വരാം. വിശുദ്ധ സ്ഥലത്ത് കയറണമെങ്കിൽ പുരോഹിതന്മാർക്ക് ഒക്കത്തുള്ളൂ. ആരാ പുരോഹിതന്മാർ? അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച സകല ആളുകളും രാജകീയ പുരോഹിത വർഗമാണ്. നീ രാജാവാണ്, നീ പുരോഹിതനാണ്. പഴയ നിയമ പൗരോഹിത്യം ഇന്നില്ല. ഇന്നുള്ളത് മൽക്കിസദേക്കിന്റെ രൂപത്തിൽ എന്നേക്കും പുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ്. ലേവ്യ പൗരോഹിത്യം മാറിപ്പോയി, പഴയ നിയമ പൗരോഹിത്യം മാറിപ്പോയി. യേശു ക്രിസ്തുവിലൂടെയുള്ള പുതിയ നിയമ പൗരോഹിത്യം, അതിനെക്കുറിച്ച് 3 ഭാഗങ്ങളിൽ കാണാൻ കഴിയും. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ആദ്യമായിട്ട് ഒരുത്തന്റെ പേര് കാണുന്നു, മൽക്കീസദേക്ക്. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനും. യുദ്ധം ജയിച്ചു വരുന്ന അബ്രഹാമിനെ അപ്പവും വീഞ്ഞുമായിട്ട് എതിരേറ്റിയെന്ന് അത്യുന്നതനായ ദൈവത്താൽ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് സകലത്തിലും ദശാംശം കൊടുത്തു. അവൻ രാജാവും പുരോഹിതനുമായിരുന്നു മൽക്കീസദേക്ക്. BC 2000 ആണ്ടിലാണ്. പിന്നെ 1000 കൊല്ലം അവനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. BC 1000 ആണ്ടിൽ 110-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി, നീ മൽക്കിസദേക്കിന്റെ രൂപത്തിൽ എന്നേക്കും പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ല. ആരോടാ? യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്ത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. യഹോവയും കർത്താവും പിതാവായ ദൈവവും പുത്രനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. പുത്രനോട് പറയുന്നു, നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതൻ. യഹോവ സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ല.
പിന്നെ 1000 കൊല്ലം മൽക്കീസദേക്കിനെ കാണാനില്ല. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്നു. രാജാവും പുരോഹിതനുമായി പഴയ നിയമത്തിൽ മൽക്കീസദേക്കേ ഉള്ളൂ. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവാണ് രാജാവും പുരോഹിതൻ. ഇത് മാറുന്നൊരു രംഗമുണ്ട്. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ യേശുവിനെ വിസ്തരിക്കാനിരിക്കുകയാണ്. യേശു കൈയെല്ലാം കെട്ടിക്കൊണ്ടുവന്ന് യേശുവിനെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. ഓരോ കള്ളസാക്ഷി എഴുന്നേറ്റ് ഓരോന്നൊക്കെ പറയുന്ന ആളുകൾ ചോദിക്കുന്നത്, യേശു ഒന്നും ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. ഒരു വാക്ക് ഉത്തരം പറയാതിരുന്നപ്പോൾ അതുവരെ അവിടെ ഇരുന്ന മഹാപുരോഹിതൻ എഴുന്നേറ്റൊന്നൊരു ചോദ്യം ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ദൈവത്തെ കൊണ്ട് ആണയിട്ടുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ദൈവത്തെ കൊണ്ട് ആണയിട്ടുകൊണ്ട് ചോദിച്ചാൽ യഹൂദന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അതുവരെ തലകുനിച്ചു നിന്ന് യേശു തലപൊക്കിയിട്ട് മറുപടി പറഞ്ഞു, യെസ് ഐ ആം. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു, ആകാശമേങ്ങളെ വാഹനമാക്കി വരുന്നതും കാണും. ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? യെസ് ഓർ നോ പറയേണ്ടതിന് പകരം 3 ഉത്തരം യേശു പറഞ്ഞു. 3 ഉത്തരം. 1, ഐ ആം, ഞാനാകുന്നു. 2, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. 3, അവൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും. 3 ഉത്തരം. എന്നാ ഈ 3 ഉത്തരത്തിന്റെ അർത്ഥം പറയാം. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഭാഷയിലുള്ള അർത്ഥമല്ല യഹൂദന്മാർക്ക് മനസ്സിലാകുന്നത്. ഈ ചോദ്യം പണ്ടൊരാൾ ചോദിച്ച, ഈ ഇപ്പോൾ യേശുവിനോട് ചോദിച്ച ഈ പുരോഹിതന്റെ വല്യപ്പൻ മോശ മരുഭൂമിയില് മുൾപ്പുഴപ്പില് തീ ജ്വലിച്ചപ്പോഴ് മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞപ്പോഴ് അവൻ ചോദിച്ചു, ഏത് ദൈവം എന്നെ അയച്ചെന്ന് പറയണം, നിന്റെ പേരെന്താ? മറുപടി, ഞാനാകുന്നവൻ ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, നിനക്കെന്നെ മനസ്സിലായില്ല, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലേ? നിന്റെ വല്യപ്പൻ മോശയോട് ചോദിച്ചാവും പറയും ഞാൻ ആരാണെന്ന്. ഞാനാകുന്നവൻ അതിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ ഉത്തരം ഇതാണ്. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് 110-ാം സങ്കീർത്തനത്തിൽ യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കുമുള്ള പുരോഹിതൻ ഞാനാണ്. ഞാൻ പുരോഹിതൻ മാത്രമല്ല, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുവാനുള്ള രാജാക്കന്മാരുടെ രാജാവ് ഞാനാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം മഹാപുരോഹിതൻ? ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതൻ ചെയ്ത കാര്യം, കുനിഞ്ഞ് അദ്ദേഹത്തിന്റെ അങ്കി, ഔദ്യോഗിക അങ്കി അറ്റം പിടിച്ചു പൊക്കി വലിച്ചങ്ങ് കയറി. പഴയ നിയമത്തിൽ കൽപ്പന കൊടുത്തിട്ടുണ്ട്, അഭിഷേക തൈലം തലയിൽ വീണ പുരോഹിതൻ തന്റെ വസ്ത്രം കീറുകയോ തലമുടി പിച്ചിപ്പറിക്കുകയോ ചെയ്യരുത്. വസ്ത്രം കീറരുതെന്ന് കൽപ്പന ഉണ്ടായിരിക്കെ ഇദ്ദേഹം എന്തുകൊണ്ട് വസ്ത്രം കീറി? വസ്ത്രം കീറിയതിന്റെ കാരണം, മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതനായവൻ തന്റെ ശുശ്രൂഷ തുടങ്ങിയിരിക്കുന്നു. അവൻ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ലേവ്യ പൗരോഹിത്യം കീറിപ്പോയിരിക്കുന്നു, ലേവ്യ പൗരോഹിത്യം മാറിപ്പോയിരിക്കുന്നു, പഴയ നിയമ പൗരോഹിത്യം മാറിപ്പോയിരിക്കുന്നു. ഇതാ മൽക്കീസദേക്കിന്റെ വിധത്തിലുള്ള പൗരോഹിത്യം ആരംഭിച്ചിരിക്കുന്നു. അത് മാത്രമല്ല മാറിയത്, യേശു ക്രൂശിൽ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിടുന്ന അവസരത്തിൽ ദൈവാലയത്തിലെ തിരശീല മേൽതൊട്ടടിയോളം 2ആയി ചിന്തിപ്പോയി. പഴയ നിയമത്തിന്റെ ആരാധനയിൽ നിന്നുപോയി. ജോസീഫസ് എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് ദേവാലയത്തിലെ തിരശീലയെ കുറിച്ച്. 1 ഇഞ്ച് വണ്ണമുള്ള ചണത്തിന്റെ വടം നെയ്തെടുത്തതായിരുന്നു യെരൂശലേം ദേവാലയത്തിലെ തിരശീല. 2 വശത്തും കുതിരകളെ കെട്ടി വലിച്ചാൽ അത് കീറത്തില്ലായിരുന്നു. താഴെ നിന്ന് മുകളിലോട്ടല്ല കീറിയത്, മുകളിൽ നിന്ന് താഴോട്ടാണ് കീറിയത്. സ്വർഗസ്ഥനായ ദൈവം തന്നെയാണ് അത് കീറിയത്. യേശു തന്റെ ദേഹമെന്ന തിരശീല കാൽവരി ക്രൂശിൽ ചിന്തി ജീവന്റെ ഒരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി അതിപരിശുദ്ധ സ്ഥലത്തെ വേർതിരിച്ചിരുന്ന തിരശീല കീറിപ്പോയിരിക്കുന്നു. മനസ്സിലായവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
ഇന്ന് സ്വർഗത്തിൽ അവൻ നമ്മുടെ മധ്യസ്ഥനല്ല. ഇന്ന് സ്വർഗത്തിൽ അവൻ നമ്മുടെ പക്ഷം പിടിച്ച് നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ, മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരുടെയും പക്ഷം പറയണം. ആരുടെയും പക്ഷത്ത് ചേരാനൊക്കത്തില്ല. ന്യൂട്രലായിട്ട് നിൽക്കേണ്ട ആളാണ്. നീ പാപിയായിരുന്നപ്പോൾ ദൈവത്തോട് നിന്നെ നിരപ്പിക്കുവാൻ അവൻ മീഡിയേറ്റർ ആയിരുന്നു, അവൻ മധ്യസ്ഥനായിരുന്നു. എന്നാൽ ഇന്ന് അവൻ നിന്റെ മധ്യസ്ഥനല്ല. ഇന്ന് അവൻ നിന്റെ അഡ്വക്കേറ്റ് ആണ്. ഇന്ന് അവൻ നിന്റെ ലോയറാണ്. സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നിന്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുന്ന, പക്ഷവാദം ചെയ്യുന്ന നിന്റെ കാര്യസ്ഥനാണവൻ. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. 24 മണിക്കൂർ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഒരു കാര്യസ്ഥൻ ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് അന്തസ്സായിട്ട് ദൈവസ്ഥനിൽ വന്ന് ഇരിക്കാനൊക്കെ ദുഷ്ടാപിശാച് നിന്നെ തകർത്ത് കളയുവാൻ എന്തെല്ലാം പോരുകളും പോരാട്ടങ്ങളും ഉണ്ടാക്കിയതാ. നിന്റെ പ്രാണനെ അപഹരിപ്പാൻ നിനക്കെതിരെ പോരാടിയതാണ്. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പോരാടിയതാണ്. നിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ശത്രു പോരാടിയതാണ്. നിന്റെ ജോലി ഇല്ലായ്മയാക്കുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മയാക്കുവാൻ, നിന്റെ നന്മകളെ അപഹരിപ്പാൻ ശക്തികൾ പോരാടിയെങ്കിലും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന, ഒരു പക്ഷവാദം ചെയ്യുന്ന കാര്യസ്ഥൻ യേശുക്രിസ്തു നമുക്കുള്ളത് കൊണ്ട്, ദൈവാലയത്തിന് ഒരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് നിനക്ക് വിടുതൽ കിട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യോശുവ എന്ന് പേരുള്ള പഴയ നിയമത്തിലെ ഒരു പുരോഹിതൻ ദൈവസനെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ശുശ്രൂഷിച്ച കാര്യം കുറ്റപ്പെടുത്തുവാൻ സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്നു വന്ന് സക്കറിയാ പ്രവചനത്തിൽ വായിക്കുന്നു. സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കുകയാണ്. നീ ധരിക്കുന്ന വസ്ത്രത്തെ വരെ നോക്കി അതിനെ കുറ്റപ്പെടുത്തുന്ന ദുഷ്ടശക്തിയാണ് സാത്താൻ. ദൈവത്തിന്റെ അടുക്കൽ ചെന്നുണ്ടോ, മുഷിഞ്ഞ വസ്ത്രം, നിന്നോടൊരു ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഉടുപ്പൊക്കെ തേച്ചിട്ടുണ്ട് വരത്തില്ലേ, നോയിക്ക് മുഷിഞ്ഞ വസ്ത്രമായിട്ടൊന്നും ദൈവസന്നെ വന്നിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് കുറ്റം പറയുക. എന്താ സംഭവിച്ചെന്നറിയാവോ? ദൈവം പറഞ്ഞ മറുപടി, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയാ. ബാബേൽ പ്രവാസത്തിന്റെ തീയിൽ നിന്ന് മടങ്ങി വന്നവനാ. തീക്കകത്തുനിന്ന് വലിച്ചെടുത്ത കൊള്ളിയെ ചിലപ്പം കരി കാണും. നിന്റെ പശ്ചാത്തലം ദൈവത്തിനറിയാം. എവിടെ നിന്ന് നിന്നെ വലിച്ചെടുത്തെന്ന് ദൈവത്തിനറിയാം. ദൈവം പറഞ്ഞ അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയാണ് എന്ന് മാത്രമല്ല, ദൈവം പറയുകയാണ്, സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു. അടുത്തുനിന്ന് ദൂതനോട് പറഞ്ഞു, യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവൻ ഉത്സവ വസ്ത്രം കൊടുക്കുക. സാത്താൻ അപവാദം പറഞ്ഞോണ്ട് എന്ത് പറ്റി? സാത്താൻ ഒരു മത്സരം കിട്ടി, യോശുവയ്ക്ക് ഒരു ഉത്സവ വസ്ത്രവും കിട്ടി. പ്രൈസ് ദി ലോർഡ്. എന്ത് താഴ്ച നിന്നെ കുറിച്ച് പറയുന്നു, ദൈവം അത് മാറ്റാൻ പോകുക. ഓ ഹല്ലേലൂയ. നിനക്കെതിരെ ശത്രു എന്താണോ താഴ്ത്തി പറയുന്നത് അതിനെ ദൈവം ഉയർച്ചയാക്കി മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ ഒരു മഹാപുരോഹിതനുണ്ട്. സ്തോത്രം. അകത്തോട് കയറിയാലിരിക്കുന്ന 3 ഉപകരണങ്ങളുണ്ട്. കയറി ചെന്നാൽ വലത്തുവശത്തിരിക്കുന്ന മേശയാണ്. മേശയിൽ 2 അടുക്കായിട്ട് അപ്പമുണ്ട്. 6 അപ്പമാണ് ഒരിടുക്ക്, അങ്ങനെ 12 അപ്പമുണ്ട്. ഈ അപ്പത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ശാബത്ത് തോറും ചൂടുള്ള അപ്പം മേശപ്പുറത്ത് വയ്ക്കേണ്ടതിന് മാറ്റുന്ന ഈ 12 അപ്പങ്ങളും പുരോഹിതന്മാർ തിന്നണം. പുരോഹിതന്മാർക്കുള്ള ഓഹരിയാ. മുറ്റത്തിരിക്കുന്ന താമ്രത്തൊട്ടിയിലെ വെള്ളം വചനമാണ്, മേശപ്പുറത്തിരിക്കുന്ന അപ്പവും വചനമാണ്. വ്യത്യാസം, മുറ്റത്തിരിക്കുന്നത് ശുദ്ധീകരിക്കുന്ന വചനമാണ്. അത് കഴിഞ്ഞേ അകത്തോട്ട് കയറാവുള്ളൂ. മേശപ്പുറത്തിരിക്കുന്ന പോഷിപ്പിക്കുന്ന വചനമാണ്. പോഷിപ്പിക്കുന്ന വചന. അത് ഏത് വചനമായിരിക്കും എന്നറിയാവോ? 7 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന വചനമായിരിക്കണം. ദൈവ സാന്നിധ്യത്തിൽ 7 ദിവസം ഇരുന്ന വചനമാണ് പോഷിപ്പിക്കേണ്ടത് ശാബത്തിൽ. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പുറത്തിരിപ്പുണ്ട്, ഇടതുവശത്തിരിപ്പുണ്ട് നിലവിളക്ക്. 7 തിരിയിട്ട് കത്തിക്കുന്ന നിലവിളക്ക് നിത്യം കത്തിക്കൊണ്ടിരിക്കണം. മഹാപുരോഹിതൻ സന്ധ്യയ്ക്ക് വരുമ്പോൾ കരിന്തിരി ഉണ്ടെങ്കിൽ അവന്റെ ഒരു ചവണയുണ്ട്, ചവണ കൊണ്ട് കരിന്തിരി മുറിക്കും, തിരി നീട്ടും, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കും, അവൻ ആ ദീപത്തെ കത്തിക്കും. ഏതെങ്കിലും കാരണത്താൽ കരിന്തിരി ഉണ്ടെങ്കിൽ മഹാപുരോഹിതൻ ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവന്റെ പക്കൽ, അവന്റെ പക്കൽ ചവണയുണ്ട്. അവൻ നിന്റെ കരിന്തിരി മുറിക്കും, നിന്റെ തിരിയെ നീട്ടും, അഭിഷേകത്തിന്റെ എണ്ണ അവൻ ഒഴിക്കും, നിന്റെ ദീപത്തെ അവൻ കത്തിക്കും. പഴയമത്തിലെ മഹാപുരോഹിതനെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് കേൾക്കണമോ? അവൻ പറയുന്നു, പുകയുന്ന തിരി ഞാൻ കെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു തീപ്പൊരി അകത്ത് കെടാതെ കിടപ്പുണ്ട്.
പുകഞ്ഞു നിൽക്കുക. പണ്ട് കത്തിയതാ, എല്ലാ തീപ്പൊരിയും പോയി. അകത്തെവിടെയോ ഒരു തീപ്പൊരി ഇതുവരെ കെട്ടിട്ടില്ല. കർത്താവ് പറയുന്നു, ഒരു തീപ്പൊരി ബാക്കിയുണ്ടോ? ബാക്കി ഞാനേറ്റു. പുകയുന്ന തിരി ഞാൻ കെടുത്തുകയില്ല. പുകയുണ്ടോ? അകത്തൊരു തീപ്പൊരി കെടാതുണ്ടോ? ബാക്കി ഞാൻ കത്തിച്ചോളാം. 10 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ് നിന്റെ അകത്ത് ദൈവം വിട്ട ഉണർവിന്റെ തീപ്പൊരി, ഒരു തീപ്പൊരിയെങ്കിലും കെടാതെ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ബാക്കി കത്തിക്കുവാൻ അവൻ മതിയായവനാണ്. അവൻ പുകയുന്ന തിരിയെ കെടുത്തിക്കളയയില്ല. അവൻ ചതഞ്ഞ ഓടിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ സാക്ഷ്യം മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുന്ന, ദൂതറിയിക്കുന്നതാണ് ഈ വിളക്ക് കാണിക്കുന്നത്. ആ പ്രകാശം നൽകണം. തൊട്ട് മുമ്പിലിരിക്കുന്നത് ധൂപപീഠമാണ്. ധൂപപീഠം പ്രാർത്ഥനയെ കാണിക്കുകയാണ്. മുട്ടുകുത്തന്റെ സ്ഥലമാണത്. വിശുദ്ധ സ്ഥലത്ത് നീ മുട്ടുകുത്തണം. നിന്റെ സത്യത്തിന്റെ ഭാഗമാണത്. അവിടെ നീ മുട്ടുകുത്തണം. അവിടെ ധൂപപീഠത്തിലുള്ള ധൂപവർഗം നിന്റെ പ്രാർത്ഥനയുടെ വിഷയമാണ്. പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് വളരെ പെട്ടെന്ന് ഞാൻ പറയാം. പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിക്കുന്നു വെളിപ്പാടിൽ എഴുതിയിട്ടുണ്ട്. വെളിപ്പാടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഭൂമിയിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം ദൂതൻ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ദൈവം പറയുക, അതിനകത്തോട്ടെ യാഗപീഠത്തിലെ തീക്കല്ലെടുത്തിടാൻ പറഞ്ഞു. അങ്ങനെ യാഗപീഠത്തിലെ തീക്കനല് നിന്റെ പ്രാർത്ഥനയ്ക്കകത്തോട്ടിട്ടു. അതിനുശേഷം ദൈവം പറഞ്ഞു, ഈ സ്വർണ്ണപീഠത്തിരിക്കുന്ന സുഗന്ധ വസ്തുക്കൾ ഇടാൻ പറഞ്ഞു. അങ്ങനെ സ്വർണ്ണപീഠത്തിരുന്ന സുഗന്ധ വസ്തുക്കളും സ്വർഗത്തിലെ യാഗപീഠത്തിലുള്ള തീക്കനല് വിട്ടിട്ട് നിന്റെ പ്രാർത്ഥന ധൂപകലശത്തിലാക്കി. അതിനുശേഷം ദൈവം ദൂതനോട് പറഞ്ഞു, ഭൂമിയിലേക്ക് വലിച്ചെറിയുക. ഇവിടുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന തിരിച്ചിങ്ങോട്ട് എറിഞ്ഞിട്ട് എന്ത് പറ്റി? എറിഞ്ഞപ്പോൾ ഭൂകമ്പമുണ്ടായി, എറിഞ്ഞപ്പോൾ മിന്നലുണ്ടായി, എറിഞ്ഞപ്പോൾ ഇടിനാദമുണ്ടായി, എറിഞ്ഞപ്പോൾ അവിടെ അന്തരീക്ഷത്തിൽ ചലനങ്ങളുണ്ടായി. എവിടേക്കാ എറിഞ്ഞത്? അന്തരീക്ഷത്തിലേക്ക്, പൈശാചിക മണ്ഡലങ്ങളിലേക്ക്, നിനക്കെതിരെയുള്ള പോരുകളിലേക്ക്, പോരാട്ടങ്ങളിലേക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗത്തിലെ യാഗപീഠത്തിലെ തീക്കല്ലിട്ടുകൊണ്ട്, സ്വർഗത്തിലെ സുഗന്ധ വസ്തുക്കൾ ഇട്ടുകൊണ്ട് അവിടേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വെറുതെയാകുന്നില്ല. ധരിക്കണ്ട. അത് കളക്ട് ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ ക്രമീകരണമുണ്ട്. അതിന്റെ മേൽ ശക്തി പകരുവാൻ സ്വർഗത്തിൽ ക്രമീകരണങ്ങളുണ്ട്. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നു. അതിന് മറുപടിയുണ്ട്. അത് അത്ഭുതം ചെയ്യുന്നതാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. തിരശ്ശീല കീറിപ്പോയി. അതിനകത്തോട്ട് കടക്കാം. അതിനകത്തിരിക്കുന്നത് ദൈവത്തിന്റെ പട്ടവും അതിന്റെ മുകളിൽ കൃപാസനവുമാണ്. കൃപാസനം. അതിനകത്ത് 3 സാധനം ഇരിപ്പുണ്ട്. പെട്ടകത്തിന്റെ മേൽമുടിയാണ് കൃപാസനം. അതിനകത്തിരിക്കുന്ന 3 സാധനങ്ങൾ: മന്നായിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളുത്തവടി, നിയമത്തിന്റെ കൽപ്പലകൾ. എല്ലാം കൂടി ഇന്ന് പറയാൻ ഒക്കുകയില്ലല്ലോ. 1-2 കാര്യം ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. ഒന്ന്, മന്നായിട്ട് വെച്ച പൊൻപാത്രം. ഈ മന്നായും വചനം. 3 സ്ഥലത്തും വചനമുണ്ട്. പ്രാകാരത്തിൽ വചനമുണ്ട്, അശുദ്ധീകരിക്കുന്ന വചനം. വിശുദ്ധ സ്ഥലത്ത് വചനമുണ്ട്, അത് പോഷിപ്പിക്കുന്ന വചനം. അകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രത്തിൽ വചനമുണ്ട്, അത് മന്ന. അത് റീമയാണ്. റീമ ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ ദൂതാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. ലോഗോസ് അല്ല, റീമ എന്ന് പറഞ്ഞാൽ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ നിനക്കറിയാം ഇന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. അതാണ് റീമ. വചനം വായിക്കുമ്പോൾ നിനക്കറിയാം ഇന്ന് ദൈവം വചനത്തിലൂടെ എന്നോട് ഇടപെട്ടു. ഒരു പാട്ടിന്റെ ഒരടിമതി നിന്റെ അകത്ത് റീമായിട്ട് മാറും. ഒരുപക്ഷെ രാവിലെ ഉണർന്നു വരുമ്പോൾ ഒരു ശബ്ദം നീ കേട്ടെന്ന് വരും. അതാണ് ദൈവത്തിന്റെ റീമ. ദിവസവും ദൈവത്തിന്റെ ദൂത് പ്രാപിച്ചോണോ, ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചോണോ. ഇന്നലത്തെ ദൂത് കൊണ്ട് നിനക്ക് ഇന്ന് ജീവിക്കാൻ കഴിയത്തില്ല. ഇന്നലത്തേത് കൊണ്ട് നാളത്തേക്ക് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ദിവസവും പുതിയ മന്ന. എപ്പോഴാണ് കിട്ടുന്നത്? അത് മഞ്ഞിനോടുകൂടിയാണ് കിട്ടുന്നത്. മഞ്ഞ് എന്തിനെ കാണിക്കുന്നു? അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവാണ് നിനക്ക് റീമ നൽകി തരുന്നത്. സ്തോത്രം. അഹരോന്റെ തളുത്തവടി എന്താണ്? അഹരോനും മക്കളുമാണ് പെട്ടകം ചുമന്നുകൊണ്ട് നടന്ന്. കുറെ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ പുരോഹിതന്മാര്, ഞങ്ങളെ കൂടെ ദൈവം വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മത്സരിച്ചപ്പോൾ ദൈവം പറഞ്ഞ്, ഞാൻ മറുപടി കൊടുക്കാം. ഓരോ ഗോത്രങ്ങൾ ഓരോ വടി കൊണ്ടുവെക്കട്ടെ. ആ ഓരോ ഗോത്രത്തിന് പ്രഭുവിന്റെ പേര് വടിയിൽ എഴുതട്ടെ. അങ്ങനെ 12 വടി വന്നു. ലേവ്യ ഗോത്രത്തിന്റെ വടിയിൽ അഹരോന്റെ പേര് എഴുതി വെച്ചു. അങ്ങനെ 12 വടികൾ ദൈവസനിൽ വെച്ചു. അടുത്ത ദിവസം നോക്കിയപ്പോൾ 11 വടികൾ മരുഭൂമിയിലെ ചൂടേറ്റ് വാടിക്കിടന്നപ്പോൾ അഹരോന്റെ വടി തളർത്തു, പൂത്തു, ബദാം കായ്ച്ചു നിൽക്കുക. ആ വടി ആ പെട്ടകത്ത് വെച്ചേക്കുന്നത് എന്താണെന്നറിയാമോ?
നിനക്കെതിരെ, നിന്റെ വിളിക്കെതിരെ, നിന്റെ തിരഞ്ഞെടുപ്പിനെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ നിയോഗത്തിനെതിരെ ശത്രുക്കൾ മത്സരിക്കുമ്പോൾ, മറ്റുള്ളവർ എഴുന്നേൽക്കുമ്പോൾ നിന്റെ വടിയെ തളർപ്പിച്ചുകൊണ്ട് ദൈവം മറുപടി നൽകുന്നവരാണ്. ദൈവം നിന്റെ ശുശ്രൂഷയെ തളർപ്പിക്കും, ദൈവം നിന്റെ കുടുംബത്തെ തളർപ്പിക്കും, ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ തളർപ്പിക്കും, ദൈവം നിന്റെ നന്മയെ തളർപ്പിക്കും, ദൈവം നിന്റെ സഭയെ തളർപ്പിക്കും, ദൈവം നിന്റെ ബിസിനസിനെ തളർപ്പിക്കും, ദൈവം നിന്റെ ജോലിയെ തളർപ്പിക്കും. നിനക്കെതിരെ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ ദൈവം തളർപ്പിച്ചുകൊണ്ട് മറുപടി നൽകുന്ന ദൈവമാണ്. അനുഭവമുള്ളവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം, ഷെക്കൈന മേഘം. അവിടെ പേടിച്ച് പറച്ചേ കയറാനൊക്കത്തുള്ളൂ. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കയറാ അരയിലെ ചങ്ങലയും കെട്ടിക്കൊണ്ടാ കയറുന്നത്. ഭയന്നാണ്, അകത്ത് കയറി മരിച്ചു വീഴുമെന്നുള്ള പേടിയാണ്. മരിച്ചു വീണാൽ ആർക്കും കയറി ഡെഡ് ബോഡി എടുക്കാനൊക്കത്തില്ല. കയറുന്നവർ വീണു പോകും. ചങ്ങല വെളിയിരുന്ന് വലിച്ചാണ് ഡെഡ് ബോഡി വെളിയിലേക്ക് ഇറക്കുന്നത്. എന്നാൽ ഇന്ന് പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനം വരെ അടുത്ത് ചെല്ലുക. നീ പേടിച്ച് നിൽക്കണ്ട, നിനക്ക് ധൈര്യത്തോടെ കൃപാസനം വരെ അടുത്ത് ചെല്ലാം. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ, ഏറ്റവും വേദനയുള്ള അവസരത്തില് എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് ഭാരപ്പെടുമ്പോൾ നിന്റെ മുറിക്കകത്ത് കയറി മുട്ടിന്മേൽ വീണുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ കൃപാസനത്തെ തൊട്ടിരിക്കുക. അവിടെയാണ് ദൈവത്തിന്റെ കൃപാസനം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവിടെയാണ് ദൈവത്തിന്റെ കൃപാസനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപാസനത്തെ തൊട്ടിട്ടുള്ളവര് കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലമുണക്കാൻ കണ്ണുകടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവാണ് വഴി, യേശുവാണ് സത്യം, യേശുവാണ് ജീവൻ. അവനാണ് എല്ലാം, അവനാണ് എല്ലാറ്റിലും എല്ലാം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്താൽ ഇതുവരെ നീ കഴിവ് പ്രാപിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ രാത്രിയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നിന്റെ ജീവിതത്തിൽ രൂപാന്തര അനുഭവം പ്രാപിച്ചു ഇവിടുന്ന് പോകാവുള്ളൂ. ഇതുവരെയും ആത്മീയ അനുഭവങ്ങൾ നിനക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ, വചനത്തിന്റെ കഴിവുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, ദൈവവചനത്തിന്റെ അപ്പത്തിന്റെ ഭക്ഷണം നിനക്കുണ്ടായിട്ടില്ലെങ്കിൽ, വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരികെത്തിക്കുന്ന പോലെ നിന്റെ ദീപം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് നിന്നെ കുറിച്ച് മഹത്തായൊരു പദ്ധതിയുണ്ട്. അതിശക്തമായൊരു ആത്മീയ ഉണർവ് ഇന്ത്യയിൽ ആഞ്ഞടിക്കുവാൻ പോകുന്നു. അതിൽ നിനക്കും ഒരു പങ്കുണ്ട്, നിന്റെ കുടുംബത്തിനൊരു പങ്കുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെയും ലോകം കണ്ടിട്ടില്ല, ഇതുവരെയും ചെയ്തതല്ല. ഇതുവരെയുള്ള ഒരുക്കത്തിന്റെ സമയം മാത്രമായിരുന്നു, ദൈവം നിന്നെ ഒരുക്കുന്ന കാലം മാത്രമായിരുന്നു. ഇനിയും ദൈവം നിന്റെ ജീവിതത്തിൽ മഹാത്ഭുതം ചെയ്യുന്ന ദിവസങ്ങളാണ്. നീ വിശ്വസിച്ച് ഏറ്റെടുത്തുകൊള്ളുക. ഇതാ പുതിയ വഴികൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നു, പുതിയ വാതിലുകൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നു. ഇതാ പുതിയ മേഖലകൾ നിനക്ക് വേണ്ടി തുറക്കുന്നു. നീ ആൾ മാറിയവനായി തീരുവാൻ പോകുന്നു. ദൈവത്തിന്റെ അതിശക്തമായ അഭിഷേകത്തിന്റെ കവിഞ്ഞൊഴുക്ക് നിന്റെ മേൽ വന്നിട്ട് ദൈവത്തിന്റെ അത്ഭുതത്തിന് ഉപകരണമായി മാറ്റുവാൻ പോകുന്നു. നീ കൈവച്ച് പ്രാർത്ഥിക്കുക. രോഗികൾക്ക് അത്ഭുത സൗഖ്യം ദൈവം നൽകുവാൻ പോകുന്നു. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുക. ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടു വരുവാൻ പോകുന്നു. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഭവനങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നു. നീ പേർ ചൊല്ലി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തരുവാൻ പോകുന്നു. ദുഷ്ട ശക്തികൾ നിനക്കെതിരെ വാതുറക്കുന്നെങ്കിലും, പൈശാചിക ശക്തികൾ നിനക്കെതിരെ ഉഗ്രമായി പോരാടുന്നെങ്കിലും ജയത്തിന്റെ ആരോ ഉയർത്തി, ജയത്തിന്റെ ഘോഷം മുഴക്കി, ജയത്തിന്റെ കൊടി ഉയർത്തി ശത്രുവിനെ കാൽക്കീഴെ ചതയ്ക്കുവാൻ ദൈവത്തിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിനുള്ള നിയോഗം ദൈവം നിനക്ക് തന്നിരിക്കുന്നു. അതിനുള്ള വിളി ദൈവം നിനക്ക് തന്നിരിക്കുന്നു. അതിനുള്ള ശക്തി ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ പുതിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ടേ പോകാവുള്ളൂ. ഈ 2005 തന്നെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. അസാധ്യമെന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അത്ഭുത രോഗശാന്തി നിന്റെ ശരീരത്തിന്മേൽ പകർന്ന് ആരോഗ്യവൻ കൽപ്പിക്കുന്നു. ബലമില്ലാത്തവർക്ക് ഇന്ന് രാത്രി അവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ഇന്ന് രാത്രി അവൻ ശക്തി നൽകുന്നു. യൗവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ തളർന്നു പോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന നീ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ നീ ചിറകടിച്ച് ഉയരും. നീ ക്ഷീണിച്ചു പോകാതെ ഓടും. നീ തളർന്നു പോകാതെ നടക്കും. നിനക്കെതിരെ പോരാടുന്നവർ നാസ്തിയായി തീരും, അവർ ശൂന്യമായി തീരും.
നീ ഭയപ്പെടണ്ട, അവൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഈ തലമുറയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുത്തുവാൻ അവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നിന്നെ കണ്ടിരിക്കുന്നു. ദുഷ്ട ശത്രുവിന്റെ പോരുകളുടെ മുമ്പിൽ നീ മടിച്ചു നിൽക്കാതെ, മടുത്തു നിൽക്കാതെ, പേടിച്ചു നിൽക്കാതെ ദൈവത്തിന്റെ കൃപാവരങ്ങൾ നീ ജ്വലിപ്പിച്ചു കൊള്ളുക. നിന്റെ മേൽ പാടുതിരിക്കാൻ ദൈവത്തിന്റെ കൃപാവരങ്ങൾ നീ ജ്വലിപ്പിച്ചു കൊള്ളുക. ദൈവം നിനക്ക് പ്രാർത്ഥന വരം തന്നിട്ടുണ്ട്, നീ പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവം നിനക്ക് രോഗശാന്തി വരം തന്നിട്ടുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവം നിനക്ക് പ്രവചനത്തിന്റെ ദൂത് തന്നിട്ടുണ്ട്, നീ പ്രവചിച്ചു കൊള്ളുക. ദൈവം നിനക്ക് വെളിപ്പാടുകൾ തരുന്നു, ദൈവം നിനക്ക് ദർശനങ്ങൾ തരുന്നു. ഒരു പുതിയ പാതയിലേക്ക്, ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുന്നു, കൈപിടിച്ച് നടത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ വിടുതൽ, വിടുതൽ, വിടുതൽ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ. അത്ഭുതം, അത്ഭുതം. ഇന്ന് രാത്രി ഏറ്റെടുത്തുകൊള്ളുക, ഇന്ന് രാത്രി ഏറ്റെടുത്തുകൊള്ളുക. ദുനാദര ജംദല സുരാദി ഐഥൽ ധനാദര ശംദനെ സപ്താരിയാദൽ അച്ഛത്തനാദര സംദര സുത്താരിയാദൽ ഐക്കൽ മുനാദര ശംബല ഹഠാദിയാദര ഇരാദല സൈദൽ ദുരാദല സംദരെ സപ്താരിയാദൽ ഓഖൽ മനാദര സത്തര സുനാദിയാദല ഷിക്കാര ഏജുരി ചിയാദല ജനാദല ഹത്തല അടാദര. അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക്, അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക്, ഇരട്ടി പങ്ക്, ഇരട്ടി പങ്ക് ഇന്ന് രാത്രി നിന്റെ മേൽ പകരുന്നു, പകരുന്നു. അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ഇന്ന് രാത്രി നിന്റെ മേൽ പകരുന്നു, പകരുന്നു, പകരുന്നു. ഓ റബബ ഹൈദൽ ദരാദല, ഓ റബബ ഷണ്ടല ഹൈദൽ ദരാദല സുന്ദരേ സുത്താരിയാദല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവ തേജസ്, ദൈവ തേജസ് നിന്റെ മേൽ വരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ പെയ്തിറങ്ങുന്നു, പെയ്തിറങ്ങുന്നു. നിന്റെ മേൽ ദൈവ തേജസ് ഇന്ന് രാത്രി പെയ്തിറങ്ങുന്നു, പെയ്തിറങ്ങുന്നു, പെയ്തിറങ്ങുന്നു. ദൈവ തേജസ് നിന്റെ മേൽ പെയ്തിറങ്ങുന്നു. ഏറ്റെടുത്തുകൊള്ളുക. അത്ഭുത രോഗശാന്തി നിന്റെ മേൽ പകരുന്നു, പകരുന്നു. ഉച്ചമുൾ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി നിന്റെ നാടി ഞരമ്പുകളില്, അസ്ഥി പഞ്ചരങ്ങളില്, മാംസപേശികളില്, ആന്തരിക അവയവങ്ങളില് പോരാടി നിൽക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളെയും തകർക്കുന്നു, എല്ലാ രോഗാണുക്കളെ തകർക്കുന്നു, എല്ലാ രോഗശക്തികളെ തകർക്കുന്നു. ആരോഗ്യവും രോഗശാന്തി അവൻ നിനക്ക് കൽപ്പിക്കുന്നു. മാറായിൽ നിന്ന് കയ്പുനീര് കുടിച്ച ദൈവജനത്തിന് മാറായെ മധുരമാക്കുവാനുള്ള മരം അവർ ചെന്നതിന് ശേഷമല്ല മുളപ്പിച്ചത്. അവർ ചെല്ലുന്നതിന് മുമ്പ് തന്നെ മാറായുടെ തീരത്ത് മധുരിപ്പിക്കുന്ന മരവും വളർത്തിവെച്ചിരുന്ന ദൈവം നിന്റെ ജീവിതത്തിലെ കയ്പുനീരിന്റെ അനുഭവങ്ങളില് നീ കുടിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള വിടുതലും ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിനുള്ള പരിഹാരവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള വിടുതൽ ദൈവം അവിടെ വളർത്തി വെച്ചിട്ടുണ്ട്. നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നീ കയ്പുനീര് കുടിച്ചിടത്ത് തന്നെ മധുരമുള്ള വെള്ളം ദൈവം നിന്നെ കുടിപ്പിക്കും. നിന്റെ മാറായെ തന്നെ മധുരമുള്ളതാക്കി മാറ്റും, നിന്റെ കയ്പിനെ തന്നെ മധുരിപ്പിക്കുന്നതാക്കി മാറ്റും, നിന്റെ നഷ്ടത്തെ തന്നെ ലാഭമാക്കി മാറ്റും, നിന്റെ വേദനയെ തന്നെ ആശ്വാസമാക്കി മാറ്റും, നിന്റെ താഴ്ചയെ തന്നെ ഉയർച്ചയാക്കി മാറ്റും. നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കൈകളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, പിന്നെയും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവന്റെ തിരു സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിന്റെ തൊട്ടടുത്ത്, നിന്റെ തൊട്ടടുത്ത് നിന്റെ കർത്താവ് നിൽപ്പുണ്ട്, നിന്റെ കർത്താവ് നിൽപ്പുണ്ട്. നിന്റെ മേൽ അവന്റെ പ്രകാശം ചുറ്റി മിന്നുന്നുണ്ട്, അവന്റെ വെളിച്ചം നിന്റെ മേൽ ചുറ്റി മിന്നുന്നുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു.